നമസ്കാരം. കേരള പോലീസിനെ വെല്ലുവിളിച്ച് മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയ വധശ്രമ കേസിലെ മുഖ്യപ്രതി മാത്യൂസ് കൊല്ലപ്പള്ളി. കൊല്ലപ്പള്ളിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് വെല്ലുവിളി. എവർ ഹെഡ് അബൌട്ട് ആനപ്പക എന്നാണ് 9 മണിയോടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി ഇയാൾ ഇട്ടിരിക്കുന്നത്. ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി. മുഖ്യ ആസൂത്രണം നടത്തിയതും സൂത്രധാരൻ ഇയാളാണ്. ഷാജൻ സ്കറിയെ ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഭീകര സംഘടനകളുടെ മോഡലിൽ ഏറ്റെടുക്കുകയാണ് ഈ സർക്കാർ കോൺട്രാക്ടർ. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വെല്ലുവിളിക്കുകയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ സുഷിൻ ശ്യാമിന്റെ സംഗീത സംവിധാനത്തിൽ ഹിറ്റായ ഫൈനൽ ബാറ്റിൽ എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോറി. കണ്ണൂർ സ്ക്വാഡ് കൊലക്കേസ് പ്രതിയെ പിടിക്കുന്ന മമ്മൂട്ടി ചിത്രമാണ്. തന്നെ പറ്റുമെങ്കിൽ പിടിക്കാൻ പോലീസിനെ വെല്ലുവിളിക്കുകയാണ് മാത്യൂസ് കൊല്ലപ്പള്ളി. സർക്കാർ കോൺട്രാക്ടർ എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന MLA ഹോസ്റ്റലിലെ CPM നേതാക്കളുടെ മുറികളിലെ സ്ഥിരം സന്ദർശകനാണ് മാത്യൂസ്. ഇയാൾ ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്തെ സുരക്ഷിത കേന്ദ്രത്തിലെത്തിയെന്നും സൂചനകളുണ്ട്. മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് വിശദ പരിശോധന നടത്തിയിരുന്നു. ഇതിനൊപ്പം മറ്റ് പ്രതികളുടെ വീട്ടിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേഷൻ അടക്കം കണ്ടെത്തുക അസാധ്യമായി. ഇതിനിടെയാണ് പോലീസിനെ വെല്ലുവിളിച്ചുള്ള ഇൻസ്റ്റാ സ്റ്റോറി വരുന്നത്. FIR വിവരങ്ങൾ പുറത്തു വന്നതോടെ വധശ്രമ കേസ് ഇയാൾക്കെതിരെ ചുമത്തിയെന്നും വ്യക്തമായി. ഇതിനുശേഷവും തന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ലെന്ന തരത്തിൽ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. ഇതെല്ലാം രാഷ്ട്രീയ പിന്തുണയുടെ മറവിൽ എല്ലാം അട്ടിമറിക്കാമെന്നതിന്റെ വ്യക്തമായ സൂചനകളാണ്. മാത്യൂസിന്റെ അഹങ്കാരമാണ് സൂചിപ്പിക്കുന്നത്. മുമ്പും ഇത്തരത്തിൽ തനിക്കെതിരായ കേസുകൾ ഇയാൾ അട്ടിമറിച്ചിട്ടുണ്ട്. ഷാജൻ സ്കറിയക്കെതിരായ കേസും അങ്ങനെയാകുമെന്ന കണക്കുകൂട്ടലാണ് ഇയാളുടെ ഇൻസ്റ്റാ സ്റ്റോറി. ഇൻസ്റ്റയിലേക്ക് ആ സ്റ്റോറി വന്ന സമയം മനസ്സിലാക്കിയാൽ ഇയാൾ ഒളിച്ചിരിക്കുന്ന ഇടവും കണ്ടെത്താം. FIRൽ ഗുരുതര വകുപ്പുകൾ ഉണ്ടെങ്കിലും അന്വേഷണം അട്ടിമറിക്കാമെന്ന പ്രതീക്ഷയാണ് സ്റ്റോറിയിൽ നിഴലിക്കുന്നത്. കുറച്ചു കാലമായി ഇയാൾ തിരുവനന്തപുരത്താണ് താമസം. CPM നേതാക്കളുമായി അടുത്ത ബന്ധവുമുണ്ട്. പല MLA-മാരെയും നിയമസഭാ ഹോസ്റ്റലിൽ ചെന്ന് കാണാറുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ കരാറുകാരനായതോടെ മുതലാളി ഭാവത്തിൽ MLA ഹോസ്റ്റലിൽ സ്ഥിരമായി എത്തും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിത്താവളമാക്കാനുള്ള സാധ്യത ഏറെയാണ്. ഷാജൻ സ്കറിയക്കെതിരായ ആക്രമണത്തിലെ DYFI ഗൂഢാലോചന പുറത്തു വന്നിരുന്നു. മനോരമ അടക്കം ഇത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു. DYFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാജൻ സ്കറിയയെ ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നഗരത്തിലെ മങ്ങാട്ടുകവലയിൽ SFI സംസ്ഥാന സെക്രട്ടറി M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത TN അസീർ അനുസ്മരണ സമ്മേളനത്തിന്റെ വേദിക്ക് സമീപത്തായിരുന്നു ആക്രമണം. മുതലക്കോടത്ത് വിവാഹത്തിൽ പങ്കെടുത്തു മടങ്ങിയ ഷാജന്റെ കാറിൽ മറ്റൊരു ഥാർ ഇടിച്ചു. തുടർന്ന് കാർ നിർത്തിയ ഷാജനെ കാറിനുള്ളിൽ വെച്ച് തന്നെ 4-അംഗ സംഘം മൂക്കിലും ശരീരത്തിലും തുടരെ ഇടിക്കുകയായിരുന്നു. മൂക്കിൽ നിന്ന് രക്തമൊഴുകുന്ന നിലയിലായിരുന്നു ഷാജൻ. തൊടുപുഴ SHO S മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമെത്തി ജില്ലാ ആശുപത്രിയിലേക്കും വിദഗ്ധ ചികിത്സയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മാറ്റി. DYFI പ്രവർത്തകരായ 4 പേരെ പ്രതിയാക്കി അന്വേഷണം ആരംഭിച്ചതായി തൊടുപുഴ SHO പറഞ്ഞു. ഷാജൻ എത്തിയതറിഞ്ഞ് ആസൂത്രിതമായി വാഹനം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനുവേണ്ടി വ്യക്തമായ ആസൂത്രണമുണ്ട്. ക്വാറി നടത്തുന്ന വാട്ടർ അതോറിറ്റി കരാറുകാരനെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്. DYFIയുടെ ഉന്നതതല ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിയുടെ പാർട്ടി ബന്ധവും.